നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കെട്ടിടോദ്ഘാടനം 23-ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബന്ദിയോട് ചേവാറിൽ പുത്തൻ കാറിൽ MDMA കടത്തവേ 4 പേർ അറസ്റ്റിൽ. പിടികൂടിയത് 21.5 ഗ്രാം MDMA. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ഭൂനികുതി വർധനം ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. ISM വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ 19ാം ഘട്ട സംസ്ഥാന സംഗമം 23-ന് കാസർഗോഡ്. ഒരുക്കങ്ങൾ പൂർത്തിയായി. കാസർഗോഡ് മൊഗ്രാലിൽ മണൽ തൊഴിലാളിയെ സഹതൊഴിലാളി മൺവെട്ടിക്കൊണ്ട് ആക്രമിച്ചതായി പരാതി. ജോലിക്കിടെയായിരുന്നു സംഭവം. ചെങ്കള പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിലുള്ള ഹരിശ്രീ സംഘകൃഷിയുടെ തണ്ണിമത്തൻ വിളവെടുപ്പ് ആഘോഷമായി. CH ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 23-ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് ഇതിനകം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അന്നേ ദിവസം MP MLA മാർ ചേർന്ന് നിർവഹിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങൾക്ക് ഓഫീസ് സൗകര്യം ഒരുക്കുന്നതിനും മറ്റുമായി അധിക സൗകര്യം കണ്ടെത്തുന്നതിനായാണ് ജില്ലാ പഞ്ചായത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കുള്ള ഓഫീസ് സൗകര്യമാണ് പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അനക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 23-ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. അതോടൊപ്പം രാവിലെ 10 മണി മുതൽ കുടുംബശ്രീയുടെ 25ാം വാർഷികം രജതം 2025ന്റെ ഭാഗമായി കഴിഞ്ഞ 5 ഘട്ടങ്ങളിലെ CDS ചെയർപേഴ്സൺമാരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഇതിനകം പൂർത്തീകരിച്ച മറ്റ് വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അന്നേ ദിവസം MP MLA മാർ ചേർന്ന് നിർവഹിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കെട്ടിടം പണി പൂർത്തീകരിച്ച് 5 കോടിയോളം രൂപ അതിന് ചെലവാവുകയും അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 23-ാം തീയതി 11 മണിക്ക് മുഖ്യമന്ത്രി നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് പൂർത്തീകരിച്ച വിവിധങ്ങളായ പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി ആ ഒരു പരിപാടിയിൽ വെച്ച് നടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബശ്രീയുടെ 25 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി രജതം 2025 എന്ന രീതിയിൽ കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ നടപ്പാക്കാൻ പ്രോജക്റ്റ് വെച്ചതായിരുന്നു. അതിൽ കഴിഞ്ഞ കാല CDS ചെയർപേഴ്സൺമാർ കഴിഞ്ഞ 4-5 ടേമുകളായി പ്രവർത്തിച്ച CDS ചെയർപേഴ്സൺമാർ നമുക്കറിയാം കുടുംബശ്രീയുടെ ആരംഭഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഓരോരാളും CDS ചെയർപേഴ്സൺമാരൊക്കെ തന്നെ പ്രവർത്തിച്ചത്. എന്നാൽ ഇന്ന് കുടുംബശ്രീക്ക് നല്ല ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓഫീസ് സംവിധാനമുണ്ട്. എല്ലാ CDSനും അക്കൗണ്ടൻറ്റുമാരെയും മറ്റ് ഒരു 10-12ഓളം പേരടങ്ങുന്ന ഒരു ടീമാണ് ഓരോ ഓഫീസിലും. അന്ന് ഒറ്റക്കായിരുന്നു ഓരോ CDS ചെയർപേഴ്സൺമാരും പ്രവർത്തിച്ചത്. അപ്പോൾ 25 വർഷം പിന്നിടുമ്പോൾ അവരെയൊക്കെ തന്നെ ഒന്ന് ആദരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ആ ഒരു ആദര സംഗമം നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ SN സരിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷിനോജ് ചാക്കോ, ഗോൾഡൻ റഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ശ്യാമലക്ഷ്മി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുത്തൻ കാറിൽ MDMA കടത്തവേ 4 പേർ അറസ്റ്റിൽ. ജില്ലാ പോലീസ് മേധാവി D ശില്പയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ബന്ദിയോട് റോഡിലെ ചേവാറിൽ കാർ തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. 21.5 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടികൂടി. പുത്തൻ സ്വിഫ്റ്റ് കാറിൽ കുമ്പളയിലേക്ക് കടത്തുകയായിരുന്ന 21.5 ഗ്രാം MDMAയുമായി 4 പേർ അറസ്റ്റിൽ. ഉപ്പള കൊടിബയലിലെ ഇബ്രാഹിം സിദ്ദിഖ്, കാസർഗോഡ് അടുക്കത്തുബയൽ സ്വദേശികളായ മുഹമ്മദ് സാലി, മുഹമ്മദ് സവാദ്, ഉപ്പള പ്രതാപ് നഗറിലെ മൂസ ഷെരീഫ് എന്നിവരെയാണ് കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി D ശില്പയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് മയക്കുമരുന്ന് വേട്ട നടത്തിയത്. SI K ശ്രീജേഷ്, ASI മനോജ്, CPOമാരായ ചന്ദ്രൻ, ശരത്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ രജീഷ് കാട്ടാമ്പള്ളി, നിജിൽ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു.
വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ മയക്കുമരുന്നുമായി എത്തിയ സ്വിഫ്റ്റ് കാർ ബന്ദിയോട് റോഡിലെ ചേവാറിൽ തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. പിടിയിലായ സംഘത്തിലെ ഇബ്രാഹിം സിദ്ദിഖ് മറ്റൊരു മയക്കുമരുന്ന് കേസിൽ 5 വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ് അടുത്തിടെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഭൂനികുതി വർധനവ് ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെ കാസർഗോഡ് വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. KPCC സെക്രട്ടറി കെ നീലകണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനികുതി വർധനവ് ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെ കാസർഗോഡ് വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. KPCC സെക്രട്ടറി കെ നീലകണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 2.5 ലക്ഷം കോടി രൂപയുടെ പൊതുകടം വർദ്ധിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അവരുടെ പാർട്ടി ഭാരവാഹികളെയും അതുപോലെ PSC മെമ്പർമാരെയും IAS ഓഫീസർമാരെയും ഗവൺമെൻറ് വക്കീലന്മാരെയും ഗവൺമെൻറ് ജഡ്ജിമാരെയും ഒക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു നടപടിയും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രതിഷേധം മാത്രമല്ല, നാളെ നമുക്ക് കളക്ടറേറ്റ് സ്തംഭിപ്പിക്കേണ്ട സമര പരിപാടി മുന്നോട്ട് പോകേണ്ട സാഹചര്യം വരും. അതാണ് കാരണം ജനങ്ങൾക്ക് അത്രയും അതിരൂക്ഷമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ സമര പരിപാടിയുമായി ഒരു കൊടുങ്കാറ്റ് പോലെ ജനങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാജിദ് കമ്മാടം അധ്യക്ഷത വഹിച്ചു. G. നാരായണൻ, ചന്ദ്രശേഖരൻ മാസ്റ്റർ, KT സുഭാഷ് നാരായണൻ, ശ്രീധരൻ, ജയരാമൻ നെല്ലിക്കുന്ന്, ഷാഫി അനാഗൂർ, നിയാസ് ജസ്മാൻ, സൂപ്പി, റസാഖ് മാഷ്, ഉഷ, ശശികല നെല്ലിക്കുന്ന്, മുകുന്ദൻ, അബൂബക്കർ തുരുത്തി, ഹരീന്ദ്രൻ എറക്കോടൻ, നിയാസ് വെൽക്കം, ബാലകൃഷ്ണൻ താളിപ്പടുപ്പ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് A. ഷാഹുൽ ഹമീദ് സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് രൂപേഷ് കടപ്പുറം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ISM നടപ്പിലാക്കി വരുന്ന വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ 19ാം ഘട്ട സംസ്ഥാന സംഗമം 23-ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ ഖുർആൻ പഠനം ജനകീയമാക്കുന്നതിനായി ISM സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ 19ാം ഘട്ട സംസ്ഥാന സംഗമം ഞായറാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ വെളിച്ചം മാഗസിൻ KNM മർക്കസുദ്ദവ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പാലക്കോട് കുനിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫായിസ് അബ്ദുള്ളയ്ക്ക് നൽകി പ്രകാശനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ പരിപാടി ബഹുമാന്യനായ കാസർഗോഡ് MLA NA നെല്ലിക്കുന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം സമൂഹത്തിലേക്ക് വളരെ രസകരമായ നിലക്ക് അതിൻ്റെ വായനയിലൂടെയും ആശയങ്ങളിലൂടെയും സമൂഹത്തിൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള വാഗ്മികൂട്ടിയായിട്ടുള്ള നൗഷാദ് കാക്കവേൽ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. KNM മർക്കസുദ്ദാവ കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ K. അബൂബക്കർ, ISM കാസർഗോഡ് സെക്രട്ടറി MM അബൂബക്കർ സിദ്ദിഖ്, മാഗസിൻ സമിതി കൺവീനർ ഹബീബ് V, മീഡിയ വിംഗ് കൺവീനർ SA മുഹമ്മദ് കുഞ്ഞ്, അബ്ദുൽ മജീദ് മാസ്റ്റർ, CH അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മൊഗ്രാലിൽ മണൽ തൊഴിലാളിയെ സഹതൊഴിലാളി മൺവെട്ടിക്കൊണ്ട് ആക്രമിച്ചതായി പരാതി. മൊഗ്രാൽ കുട്ടിയാൻ വളപ്പിലെ താമസക്കാരനും മൊഗ്രാൽ പുത്തൂർ കടവിലെ മണൽ തൊഴിലാളിയുമായ മുഹമ്മദ് അലിക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജോലിസ്ഥലത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് സഹതൊഴിലാളിയെ മൺവെട്ടിക്കൊണ്ട് ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റ മൊഗ്രാൽ കുട്ടിയാൻ വളപ്പിലേക്ക് അലിയെ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൊഗ്രാൽ പുത്തൂർ കടവത്തെ മണൽവാരൽ തൊഴിലാളിയാണ് മുഹമ്മദ് അലി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ജോലിക്കിടെയുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ ഷെരീഫ് എന്ന സഹതൊഴിലാളിയാണ് മൺവെട്ടിക്കൊണ്ട് തലക്കടിച്ചതെന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് അലി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കള പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിലുള്ള ഹരിശ്രീ സംഘകൃഷിയുടെ തണ്ണിമത്തൻ വിളവെടുപ്പ് ആഘോഷമായി. CH ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ ചെങ്കള പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിലുള്ള 9ാം വാർഡ് ഹരിശ്രീ സംഘകൃഷിയുടെ തണ്ണിമത്തൻ വിളവെടുത്തു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് CH ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് തണ്ണിമത്തൻ കൃഷിയിൽ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റമാണ് വരുത്തിക്കൊണ്ടുവരുന്നത്. ഈ വർഷം കുടുംബശ്രീ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്
വിവിധ വെറൈറ്റികൾ മുക്കാസ F1 പോലുള്ള ഹൈബ്രിഡ് വെറൈറ്റികളാണ് കൃഷി ചെയ്ത് നമ്മുടെ കർഷകർ വിജയം നേടുന്നത്. നമ്മുടെ മാസ്റ്റർ കർഷകയായിട്ടുള്ള പ്രേമേച്ചി കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് തണ്ണിമത്തൻ കൃഷി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവുകൾ ചെയ്ത് കിട്ടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം കെ ഹരീഷ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ S സുനിത സ്വാഗതം പറഞ്ഞു. പി സമദ്, എം പ്രസന്ന, EA സുഹറ, ബി സുമലത, എ പ്രേമ, കെ കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു. പൂർണ്ണമായി ജൈവവളം ഉപയോഗിച്ചാണ് തണ്ണിമത്തൻ കൃഷിയിറക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. JCI കാസർഗോഡ് എഡ്യൂക്കേഷണൽ എക്സിബിഷൻ 22-23 തീയതികളിൽ നടക്കും. കാസർഗോഡ് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ എഡ്യൂസ് പാർക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന എഡ്യൂക്കേഷണൽ എക്സിബിഷൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ ഏജൻസികൾ, തൊഴിൽ നൈപുണ്യ വികസന സെന്ററുകൾ എന്നിവരുടെ സ്റ്റാളുകൾ എക്സിബിഷനിൽ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കരിയർ സംബന്ധിയായ നിരവധി സെഷനുകൾ, പവർ ടോക്ക്, മോട്ടിവേഷണൽ ക്ലാസ്, വിദ്യാഭ്യാസ പാനൽ ചർച്ചകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ദ സ്റ്റാർ പ്രോഗ്രാം, മ്യൂസിക്കൽ നൈറ്റ്, കലാപരിപാടികൾ, 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന എക്സിബിഷനിൽ ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ, കരിയർ ഗൈഡൻസ് മേഖലയിലെ പ്രശസ്തർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. JCI കാസർഗോഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 22-23 തീയതികളിലായി പുലിക്കുന്ന് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കാസർഗോഡിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എക്സിബിഷൻ എഡ്യൂസ് പാർക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ അവറുകളാണ്. 22-ാം തീയതിയാണ് ഉദ്ഘാടന ചടങ്ങ്. 2 ദിനങ്ങളിലായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള വിവിധ ഏജൻസികൾ, അതുകൂടാതെ തന്നെ തൊഴിൽ നൈപുണ്യ വികസന സെൻറ്ററുകൾ ഉൾപ്പെടെ 25ഓളം സ്റ്റാളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. JCI കാസർഗോഡ് ഭാരവാഹികളായ GV മിഥുൻ, CK അജിത് കുമാർ, യതീഷ് ബള്ളാൾ, മുഹമ്മദ് മക്സൂസ്, AM ഷിഹാബുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സൂപ്പർ ലീഗിനെ മാതൃകയാക്കി കാസർഗോട്ടും സെവൻസ് മാതൃകയിൽ ഫ്രാഞ്ചൈസി സൂപ്പർ ലീഗ് വരുന്നു. റിയൽ ഇന്ത്യ വിഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സൂപ്പർ ലീഗ് എന്ന് പേരിട്ടിരിക്കുന്ന KSL ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ നിന്നും 8 ഫ്രാഞ്ചൈസികളെ തിരഞ്ഞെടുക്കുകയും ഫ്രാഞ്ചൈസികൾക്ക് ലേലത്തിലൂടെ താരങ്ങളെ സ്വന്തമാക്കുവാൻ കഴിയുന്നതുമായ രീതിയിലാണ് സൂപ്പർ ലീഗിൻ്റെ നടത്തിപ്പ് ക്രമീകരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. 4 ടീമുകൾ വീതമുള്ള 2 ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും മത്സരങ്ങൾ നടക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആകെ 12 മത്സരങ്ങളാണ് പദ്ധതിയിടുന്നത്. ഗ്രൂപ്പിലെ മികച്ച 2 സ്ഥാനക്കാർ സെമി ഫൈനലിന് യോഗ്യത നേടും. ശേഷം ഫൈനൽ പോരാട്ടവും നടക്കും. ലീഗിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 2 പേര് നിർബന്ധമായും, മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് 2 പേര് നിർബന്ധമായും, കാസർഗോഡ് അല്ലാത്തവർ 5 വർഷം സ്ഥിരമായി താമസിച്ചവർക്ക് അവർക്കും കൂടി പങ്കാളികളാകാൻ സാധ്യതയുള്ള ഒരു നീക്കത്തിലേക്കാണ് ഈ ടൂർണമെൻറ്റ്, ഈ കാസർഗോഡ് സൂപ്പർ ലീഗ് എന്നുള്ള ഒരു സവിശേഷത ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഫുട്ബോളിൽ ഒരുപാട് പ്രതിഭകൾ കാസർഗോഡുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കളിച്ച് ഉയരങ്ങളിലെത്താനുള്ള ഒരു അവസരം ഒരുക്കുക എന്നതാണ് ഈ സൂപ്പർ ലീഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് അനുയോജ്യമായ, നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഗുണം ചെയ്യുന്ന ഏറ്റവും നല്ല പദ്ധതിയായതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു കലവറയില്ലാത്ത പിന്തുണ നൽകേണ്ടത് എന്നെ പോലെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുന്നു.
എന്നെ നെല്ലിക്കുന്ന് MLA, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, അബ്ദുൽ കരീം സിറ്റി ഗോൾഡ്, റിയൽ ഇന്ത്യ വിഷൻ മാനേജിംഗ് ഡയറക്ടറും KSL ചെയർമാനും കൂടിയായ ജലീൽ കോയ, റിയൽ ഇന്ത്യ വിഷൻ ചെയർമാൻ ഷെരീഫ് സലാല, റിയൽ ഇന്ത്യ വിഷൻ CEO BK മുഹമ്മദ് ഷാ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊക്കച്ചാൽ വാഫി കോളേജ് 13ാം വാർഷിക 1ാം സന്നദ്ധാന സമ്മേളനത്തിന് തുടക്കമായി. ഞായറാഴ്ച രാത്രി 7 മണിക്ക് സന്നദ്ധാന സമ്മേളനം നടക്കും. കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ 130ഓളം പണ്ഡിതന്മാർക്ക് ശിഹാബി ബിരുദദാനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മമ്മുഞ്ഞി ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉമർ അലി ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമി കൊക്കച്ചാൽ വാഫി കോളേജ് 13ാം വാർഷിക 1ാം സന്നദ്ധാന സമ്മേളനം 23 വരെയാണ് നടക്കുക. വിവിധ ദിവസങ്ങളിൽ വിപുലമായ പരിപാടികൾ നടക്കും. 23-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് കുടുംബസംഗമം നടക്കും. രാത്രി 7-ന് സന്നദ്ധാന സമ്മേളനവും നടക്കും. കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ 130ഓളം പണ്ഡിതന്മാർക്ക് ശിഹാബി ബിരുദദാനം നിർവഹിക്കും. CAG ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദിശ്ശേരി സന്നദ്ധാന പ്രഭാഷണം നടത്തും. സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുകൈ, CIC വൈസ് പ്രസിഡന്റ് PSH തങ്ങൾ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ AKM അഷ്റഫ്, NE നെല്ലിക്കുന്ന് തുടങ്ങിയവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ സ്ഥാപനത്തിന്റെ 13ാം വാർഷിക 1ാം സന്നദ്ധാന മഹാസമ്മേളനം ഫെബ്രുവരി 21, 22, 23 വെള്ളി, ശനി, ഞായർ തീയതികളിൽ കൊക്കച്ചാൽ വാഫി കോളേജ് അങ്കണത്തിൽ മർഹൂം മമ്മുഞ്ഞി ഹാജി നഗറിൽ വെച്ച് നടക്കുകയാണ്. 21-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നൗഫൽ അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് വൈകുന്നേരം 4:30-ന് MPM ഫസൽ ഹാമിദ് കോയമ്മ തങ്ങൾ അൽ ബുഖാരി കുന്നുകൈ മജ്ലിസുൻ നൂർ ആത്മീയ സംഗമത്തിന് നേതൃത്വം നൽകും. അന്നേ ദിവസം രാത്രിയിൽ കേരളത്തിലെ 10ഓളം പ്രഗത്ഭ ടീമുകൾ മാറ്റിവെക്കുന്ന അഖില കേരള മാഷപ്പ് മത്സരം നടക്കും. ജനറൽ സെക്രട്ടറിയും പ്രിൻസിപ്പളുമായ MS ഖാലിദ് ഭാഗവി, സ്വാഗത സംഘം ജനറൽ കൺവീനർ സെഡ് കയ്യാർ, വൈസ് പ്രിൻസിപ്പൽ അഹമ്മദ് കബീർ ഹുദവി, കമ്മിറ്റി അംഗങ്ങളായ ഇദ്ദീൻ അബ്ബ, ചൊക്കാടി മുഹമ്മദ് ഹാജി, ഉനൈസ് വാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് കസേരകളും മേശകളും വിതരണം ചെയ്തു. മഞ്ചേശ്വരം SAT സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് കസേരകളും മേശകളും വിതരണം ചെയ്തു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് കസേരകളും മേശകളും നൽകിയത്. മഞ്ചേശ്വരം SAT സ്കൂളിൽ നടന്ന പരിപാടി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ಪದ್ಧತಿಯ ಅನುಗುಣವಾಗಿ ಫಿಷರೀಸ್ನ ಮಕ್ಕಳಿಗೆ 1ನೇ ಕ್ಲಾಸಿಂದ PUC ತನಕ ಕಲಿಯುವಂಥ ಮಕ್ಕಳಿಗೆ 24 ಮಕ್ಕಳಿಗೆ ನಾವು ಟೇಬಲ್ ಮತ್ತು ಚೇರನ್ನು ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಅವರ ವಿದ್ಯಾಭ್ಯಾಸ ಸುಗಮವಾಗಬೇಕು, ಒಳ್ಳೆಯ ಶಿಕ್ಷಣ ದೊರಕಿ ಅವರು ವಿದ್ಯಾವಂತರಾಗಬೇಕು ಅಂತ ಹೇಳುವಂಥ ನಿಟ್ಟಿನಲ್ಲಿ ಅವರಿಗೆ ಈ ಪ್ರಾಜೆಕ್ಟನ್ನು ಇಟ್ಟಂಥದ್ದು. ಅದರ ವಿತರಣೆಯನ್ನು ಇಂದು ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സ്കൂൾ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ 100 കണക്കിന് പേർ പരിപാടിയിൽ പങ്കെടുത്തു. 1,37,000 രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് 1 മുതൽ +1 വരെയുള്ള 24 വിദ്യാർത്ഥികൾക്ക് കസേരകളും മേശകളും വിതരണം ചെയ്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPIM പനത്തടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. പാണത്തൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPIM പനത്തടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട ജാഥ പാണത്തൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. P. തമ്പാൻ അധ്യക്ഷനായി. ജാഥ ലീഡർ ഒക്ലാവ് കൃഷ്ണൻ, മാനേജർ ഷാലു മാത്യു, MV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിനു വർഗീസ് സ്വാഗതം പറഞ്ഞു. ജാഥ 22-ന് കാലുചാനടുക്കത്ത് സമാപിക്കും. ഒടിയംജാൽ, അട്ടേങ്ങാനം, 7-ാം മൈൽ, നേരം കാണാതടുക്കം, മുക്കുഴി, താഴന്നൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷമാണ് സമാപനം. കാലുചാനടുക്കത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ.
കാസർഗോഡ് ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ BMS മാവുങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ സുനിൽ വാഴക്കോട് ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാലിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് കാസർഗോഡ് ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ BMS മാവുങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. വൈസ് പ്രസിഡന്റ് TK സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ സുനിൽ വാഴക്കോട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഈ ഒരു വർഷക്കാലം നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംഘടനയുടെ സപ്തതി ആഘോഷമാണ് ഈ വർഷം 2025. നമ്മുടെ സംഘടനയുടെ സപ്തതി ആഘോഷമാണ്, 70ാം വർഷമാണ്. അതോടൊപ്പം നമ്മുടെ മാതൃസംഘടനയുടെ ശതാബ്ദി വർഷം കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന വളരെ അസുലഭമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് ഈ വർഷത്തിലുള്ളത്. സനീഷ് കാട്ടുകുളങ്ങര പ്രവർത്തന റിപ്പോർട്ടും രാജേഷ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. BMS ജില്ലാ ഉപാധ്യക്ഷൻ ഭരതൻ കല്യാൺ റോഡ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച് സമരോപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയം സേവക സംഘ ജില്ലാ കാര്യകാരി സദസ്യൻ ശ്രീജിത്ത് മീങ്ങോത്ത്, യൂണിയൻ ജില്ലാ ട്രഷറർ രാജീവൻ മാവുങ്കാൽ, യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് പൊള്ളക്കട എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി രാജീവൻ മാവുങ്കാൽ പ്രസിഡന്റായും സനീഷ് കാട്ടുകുളങ്ങര സെക്രട്ടറിയായും സജിത് കോട്ടപ്പാറ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. സനീഷ് കാട്ടുകുളങ്ങര സ്വാഗതവും സജിത് കോട്ടപ്പാറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം നടന്നു. ജോയിന്റ് സെക്രട്ടറി K സുജാതൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർ പെരിയ യൂണിറ്റ് വാർഷിക സമ്മേളനം പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത്. പതാക ഉയർത്തിയതിനു ശേഷം KSSPU ജില്ലാ കമ്മിറ്റി അംഗം P കരുണാകരൻ നായരുടെ അധ്യക്ഷതയിൽ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K സുജാതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. A സതീശൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി MV ദാമോദരൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കോരൻ മാസ്റ്റർ ശ്രീവത്സം വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി K ചന്ദ്രശേഖരൻ, V കേളു മാസ്റ്റർ, യൂണിറ്റ് ഇൻചാർജ് KP കമാരൻ നായർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ V കുമാരൻ മാസ്റ്റർ, കാർത്യായനി, MM ജാനകി, PV ശ്യാമള ടീച്ചർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ട്രഷറർ V സുരേന്ദ്രൻ മാസ്റ്റർ പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ KV കുഞ്ഞികൃഷ്ണൻ വരണാധികാരിയായിരുന്നു. VV വിലാസിനി സ്വാഗതവും കരുണാകരൻ നായർ തന്നിത്തോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കെട്ടിടോദ്ഘാടനം 23-ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബന്ദിയോട് ചേവാറിൽ പുത്തൻ കാറിൽ MDMA കടത്തവേ 4 പേർ അറസ്റ്റിൽ. പിടികൂടിയത് 21.5 ഗ്രാം MDMA. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ഭൂനികുതി വർധനവ് ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. ISM വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ 19ാം ഘട്ട സംസ്ഥാന സംഗമം 23-ന് കാസർഗോഡ്. ഒരുക്കങ്ങൾ പൂർത്തിയായി. കാസർഗോഡ് മൊഗ്രാലിൽ മണൽ തൊഴിലാളിയെ സഹതൊഴിലാളി മൺവെട്ടിക്കൊണ്ട് ആക്രമിച്ചതായി പരാതി. ജോലിക്കിടെയായിരുന്നു സംഭവം. ചെങ്കള പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിലുള്ള ഹരിശ്രീ സംഘകൃഷിയുടെ തണ്ണിമത്തൻ വിളവെടുപ്പ് ആഘോഷമായി. CH ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.